യുദ്ധം ഇറാന് വരുമാന മാർഗമായി മാറിയിരിക്കുകയാണ്. മുൻപൊക്കെ ഈ വിഷയം പ്രാദേശിക തലത്തിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ദേശീയ തലത്തിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. സുരക്ഷിത മേഖല സൃഷ്ടിക്കാൻ വേണ്ടി ഇറാനുമായിട്ട് സഹകരിക്കുകയാണ് ഉചിതം. അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഗുണമില്ല. കാര്യം അവർ പോലും നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ അവരോടെങ്ങനെയാണ് നമ്മൾ സഹായം തേടുക എന്നുള്ളിടത്തേക്ക് പരമാവധി അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചലനമറ്റ് കിടക്കുകയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ. വിമാനവാഹിനി കപ്പലുകളൊക്കെ പറയാമെന്നല്ലാതെ അവർക്കൊന്നും യഥാർത്ഥത്തിൽ നല്ല ജീവനില്ല. ചലനമറ്റ് കിടക്കുന്നു, അല്ലെങ്കിൽ മിടിപ്പറ്റ് കിടക്കുന്നു. ഇതാണ് അവസ്ഥ. ഖത്തറും UAE ഒക്കെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായിട്ട് വല്ലാത്ത രീതിയിൽ സഹകരിക്കുകയും അവർക്ക് പണം നൽകുകയും അങ്ങനെ ഖത്തറിനെയും UAEയും ആക്രമിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രാദേശിക പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവരിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, അതായത് ഇപ്പം നിലവിൽ യുദ്ധമില്ല, ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നാളെ തീരുമാനമാവും, ഇന്ന് തീരുമാനമാവും. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും ഇറാൻ അംഗീകരിക്കില്ല. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിച്ച് മാത്രമേ പ്രശ്നം തീരുകയും ചെയ്യൂ. അതിനിടയിൽ ഈ കരാർ വ്യവസ്ഥ ഏറെക്കുറെ അവരുടെ $300 ബില്യൺ നൽകാമെന്ന് ഏറ്റത് ഇറാൻ്റെ പത്രങ്ങൾ ചോർത്തി എന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പോൾ ഇതൊരു രഹസ്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ഇറാനെ വിശ്വസിക്കാൻ പറ്റില്ല, അവരെന്തിനാണ് ചോർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഇറാൻ അത് ചോർത്തിയതിൽ രാഷ്ട്രീയപരമായ രീതിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ സ്വകാര്യമായ രീതിയിലുള്ള ഒരു ചർച്ചയോ അതല്ലെങ്കിൽ ഒരു കരാർ